നേർച്ച വസ്തു എന്ന് പറയുന്നത് കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളാണ്. അത് അഭിഷേക അധികാരത്തെ ആശീർവദിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് ആശീർവദിച്ച നേർച്ച വസ്തു മാത്രമേ, സ്റ്റോളിൽ നിന്ന് മാത്രമേ, അതിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ആശീർവദിച്ച നേർച്ച വസ്തുക്കൾ, കൃപാസന നേർച്ച വസ്തുക്കൾ മേടിക്കാവെന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് വേണം ഉപയോഗിക്കാൻ, 9 കുരിശിട്ട് വേണം ഉപയോഗിക്കാൻ എല്ലാ നേർച്ച വസ്തുക്കളും. വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ തെറ്റാൻ പാടില്ല. ആ തേന് കൊടുത്താലും ശരി, കാശിരും കൊടുത്താലും ശരി. പക്ഷേ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊടുത്തു വിടുന്നത് സൂക്ഷിക്കണം. അങ്ങനെ കൊടുത്തുവിടാൻ അനുവാദമില്ല. നിങ്ങൾക്ക് ഉടമ്പടി ആരാണ് ദൈവമായിട്ട് ചെയ്തത് അവർക്ക് വേണേൽ പോകാം. അവിടെ അമ്മ ആശുപത്രിയിലാണെങ്കിൽ അവർക്ക് പോകാം, അവർക്ക് പോയി അവർക്ക് ചെയ്യാം. അല്ലാതെ ചേട്ടാ ഇത് കൊണ്ടുപോയി ചെയ്താൽ മതി എന്ന് പറയരുത്. അങ്ങനെ പറയാനുള്ള ആശയം കർത്താവ് ഇതുവരെ തന്നിട്ടില്ല, നമുക്കറിയത്തില്ല. പിന്നെ അവർ കൊണ്ടുപോയി തെറ്റിച്ചിട്ട് അവർ വല്ല പാപികളും തോന്നിയവാസികളൊക്കെ ആയിരിക്കും. അവർക്ക് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാകത്തില്ല. അതുകൊണ്ടാണ് ഉറപ്പില്ലാത്ത ആൾക്കാർക്ക് ഉടമ്പടി കൊടുത്തു വിടരുത്. ജെറിക്കോയിൽ വഞ്ചരിക്കണ കൃപാസനത്തിൻ്റെ സ്റ്റോളിലെ കാശ് രൂപം അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളെ കൊടുത്തു വിടുന്നതിൽ എനിക്ക് പരാതിയില്ല. അത് നിങ്ങളെ വിശ്വാസം ചെയ്യുക. പക്ഷേ ഉടമ്പടി കൊടുത്തു വെക്കുക. കാരണം ഉടമ്പടി വേറെ ഒരു വിഷയമാണ്. അതുകൊണ്ട് മക്കൾ ശ്രദ്ധിക്കണം. തന്നെയല്ല ഉടമ്പടി തീരാതിരിക്കാൻ ഒരു തുള്ളിയെങ്കിലും ഉടമ്പടി തൈലം വീട്ടിൽ തീരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാര്യം നമുക്കതിരിക്കുന്നുള്ള കാലം ഒരു തുള്ളി ഒരു നെഞ്ചത്ത് ചേർത്ത് കൊടുത്താൽ അപ്പം ബ്ലോക്ക് ചിലപ്പോൾ ഈശോ എടുത്ത് മാറ്റും. അപ്പം അതുകൊണ്ട് അത് നമ്മൾ സങ്കല്പത്തിൽ നിന്ന് പറയണതല്ല. 2 കൊല്ലം ഉടമ്പടി പോയപ്പോൾ 10,000 സാക്ഷ്യങ്ങളിൽ നിന്ന് പറയണതാണത്. അതുകൊണ്ട് തന്നെ മക്കളെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ലോകത്തിൽ ഈ ധ്യാനകേന്ദ്രത്തിൽ മാത്രമേ നേർച്ച വസ്തു കൊടുത്തിട്ട് ദൈവം അനുഗ്രഹിക്കുന്നുള്ളൂ. വേറെ ഒരിടത്തും നേർച്ച വസ്തു കൊടുക്കണില്ലല്ലോ. ഇത് 89 തുടങ്ങിയ ശുശ്രൂഷയാണ്. അന്ന് ഒരു നേർച്ച വസ്തു ഉണ്ട്. ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ ഉടമ്പടി വിധി പ്രകാരം കുറേ നേർച്ച വസ്തുക്കൾ പുതിയ വെളിപ്പെടുത്തിയ കൊണ്ടാണ്. അതെല്ലാം 24 മണിക്കൂറിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അല്ലാതെ ആലോചിച്ചും ചിന്തിച്ചും മാനുഷികമായ ചർച്ചയിലൂടെ നടന്ന കാര്യങ്ങളല്ല. ദൈവികമായ വെളിപ്പെടുത്തൽ ലഭിച്ചുകൊണ്ടാണ് ഇത്രയും അടയാളം വരാൻ കാര്യം. അതുകൊണ്ട് തന്നെ മക്കൾ ശ്രദ്ധിച്ച് രക്ഷാവസ്തുക്കൾ ഉപയോഗിക്കുക. പത്രം ഒരു കാരണവശാലും നിങ്ങൾ പള്ളിയിൽ കൊണ്ടുപോയി കൂട്ടിയിടരുത്. നിങ്ങളെ ഒരുപക്ഷെ ഇപ്പം ജില്ലാ ജഡ്ജിമാരും മജിസ്ട്രേറ്റുമാരും ഒക്കെ ധ്യാനം കൊടുക്കുന്നുണ്ട്, ഡോക്ടർമാർ ധ്യാനം കൊടുക്കുന്നുണ്ട്. ഇപ്പം എപ്പോഴായാലും ശരി, നിങ്ങൾ എന്ത് പൊസിഷനുള്ളവരായാലും ശരി, കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും നാളെ കാര്യം മണ്ണോട് മണ്ണ് പിരിഞ്ഞു പോകേണ്ട ആൾക്കാരാണ്. അപ്പം നമ്മുടെ വലിയ നിലയൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ തുണിയില്ലാതെ വിറകെ കിടന്നിട്ട് മരിച്ചുണ്ടാക്കിയെടുത്ത വില മാത്രമേ മനുഷ്യനെ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എളിമയോടും വിനയത്തോടെയും പത്രം ബൈ പേഴ്സൺ കൊണ്ടുപോയി വിതരണം ചെയ്യണം. പത്രം വിതരണം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കണം. എന്താണ് കർത്താവ്, ഈ പത്രം കിട്ടിയവർ കർത്താവിനെ അറിയാൻ ഇടയാക്കണമെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നീ സത്യസന്ധയാണെന്ന് ദൈവത്തെ അറിഞ്ഞാൽ പിന്നെ നിനക്ക് അധികാരം പത്രം കൊടുക്കേണ്ടി വരത്തില്ല. കാര്യം എന്താ, ദൈവം നിൻ്റെ കണ്ണുനീര് ഏറ്റെടുക്കും. ആ സാക്ഷ്യങ്ങൾ നമ്മളെ കേട്ടതാണ്. പക്ഷേ എന്തായാലും നീ പ്രാർത്ഥിക്കണം, മരണം വരെ കർത്താവേ നിൻ്റെ സാക്ഷിയാകാനും നിന്നെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയുള്ള പ്രേക്ഷിതനാകാനും പ്രേക്ഷിതയാകാനും എന്നെ സഹായിക്കണമേ. പത്രം വാങ്ങിക്കുമ്പോൾ നിനക്ക് സന്തോഷം തോന്നണം. നല്ല കർത്താവിൻ്റെ മകനാണെങ്കിൽ സന്തോഷം തോന്നും. ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞ് കേട്ടില്ലേ, ഞാൻ 60 പേരെയും കൊണ്ട് വന്ന് ഇപ്പം ഞാൻ 500 പേരെയും കൊണ്ടാണ് വരുന്നത്. എന്താ കാര്യം, അവർക്ക് കർത്താവിൻ്റെ മുമ്പിൽ അധികാരമുണ്ട്. ദൈവത്തിൻ്റെ വേലക്കാർക്ക് ദൈവദരിസനിൽ അധികാരമുണ്ട്. ആധ്യാത്മികമായ സ്നേഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു അധികാരമുണ്ട്. അതുകൊണ്ട് അവർ പതറത്തില്ല. പ്രേക്ഷിത പ്രവർത്തനം നമുക്ക് അധികാരമുണ്ടാക്കും. അമ്മയെ ലോകത്തിന് കൊടുത്തത് ഈശോയാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് സമയത്തിന് അധികാരം കിട്ടിയത്. ഇപ്പം നമ്മളാണ് അമ്മയുടെ മധ്യസ്ഥയിൽ ലോകത്തിന് ഈശോനെ കൊടുക്കുന്നത്. അപ്പോൾ ആ അധികാരം നമുക്ക് കിട്ടും. ഉടമ്പടി പ്രാർത്ഥന നിന്നെ ദൈവതിരുസന്നിധിയിൽ വസ്തുക്കളുടെ മേൽ അധികാരമുള്ള വ്യക്തിയാക്കി മാറ്റും. അതൊരു മാന്ത്രിക അധികാരമല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ലഭിക്കുന്ന, ദൈവത്തിൻ്റെ നമ്മുടെ എളിമയിൽ നിന്ന് ലഭിക്കുന്ന ദൈവത്തിൻ്റെ ദാനമാണ് ആ അധികാരം. അതുകൊണ്ട് ആ അധികാരം നമുക്ക് അഹങ്കാരം ഉണ്ടാക്കത്തില്ല. അപ്പം എൻ്റെ മക്കൾ സന്തോഷത്തോടെ, കർത്താവേ കണ്ണീരാണ് ഉള്ളതിൻ്റെ കാലമാണെങ്കിലും ഈ കാലത്ത് നിന്നെ തിരിച്ചറിയാനും നിന്നോട് ഉടമ്പടി ചെയ്യാനും നിൻ്റെ അമ്മയുടെ മധ്യസ്ഥത്തിൽ കർത്താവിൻ്റെ വേല ചെയ്ത് ആത്മത്തിന് വേണ്ട കാര്യം നിറവേറ്റാനും എന്നെയും നീ തിരിച്ചറിഞ്ഞ് വിളിച്ചല്ലോ എന്ന് ഓർത്തിട്ട് സന്തോഷത്തോടെ വേണം നിങ്ങൾ പത്രം വാങ്ങിക്കാനും കൊടുക്കാനും. അപ്പം അതെപ്പോഴും നമ്മൾ ഈശോയുമായിട്ടുള്ള എഗ്രിമെൻറ്റുകളെല്ലാം കറക്റ്റ് ചെയ്യണം. നിങ്ങൾ
അതാ ഉടമ്പടിയുടെ നിബന്ധനകൾ. അതിപ്പോൾ ഉടമ്പടി പുതുക്കിയ 2 മാസം മുമ്പാണെങ്കിൽ അതിന് ശേഷമുള്ള പത്രത്തിൻ്റെ കാർഡൊക്കെ അച്ഛൻ ചോദിക്കും. ഇപ്പോൾ ഡിസംബറിൽ ഉടമ്പടി പുതുക്കിയതാണ്, പിന്നെ കാണുന്ന ജനുവരിയിലെ കാർഡ് എന്തേ, ഫെബ്രുവരിയിലെ കാർഡ് എന്തേ എന്ന് ചോദിക്കും. പത്രത്തിൻ്റെ കാർഡ് വേണം ചോദിക്കും. എന്താ കാര്യത്തിൽ നിങ്ങൾ പത്രം മുടക്കിയിട്ടെന്ന് അർത്ഥം. അപ്പം അങ്ങനെ ഉഴപ്പാൻ പാടില്ല ഉടമ്പടി. ഉഴപ്പില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ചിലപ്പോൾ ഒന്നും കേട്ടാൽ ഇപ്പം തെറ്റായ കാര്യങ്ങൾ പോലും ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അത് കറക്റ്റ് ചെയ്തോളൂ. തിരക്കിൻ്റെ ഇടയിൽ നീ പൊയ്ക്കൊള്ളാൻ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് വിട്ടാൽ പോയി. ഇപ്പോൾ മസ്കറ്റിലോട്ടാണ് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ജോലി അവിടെ ഉണ്ടാവത്തില്ലെന്ന് വിചാരിച്ചു. 99 ചിലപ്പോൾ 1% അങ്ങനെ വന്ന തിരക്കിടയിൽ അങ്ങനെ വന്നു പോയാലും അമ്മ ഞാൻ പറഞ്ഞിരിക്കണ കാരണം അമ്മ നിങ്ങളെ സഹായിക്കും തീർച്ചയായിട്ടും. അതെനിക്ക് 30 കൊല്ലമായിട്ട് അറിയാവുന്ന അനുഭവങ്ങളാണ്. ഞാൻ വാപൊഴുതു അമ്മേ എന്ന് ഞാൻ വിളിക്കും. എന്ന് പറയാൻ കാര്യം, നിങ്ങൾ ആത്മീയമായിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്കൊരു പ്രശ്നവുമില്ല. അവൻ പറഞ്ഞതുപോലെ ചെയ്താൽ ബാക്കി എല്ലാത്തിനും ഗ്യാരണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഉടമ്പടിക്കാലത്ത് ദൈവവുമായിട്ട് നല്ല തീഷ്ണമായ ബന്ധം, ഒരു പേപ്പട്ടികളും പറയണ ഒന്നും കേൾക്കരുത്. എന്താ കാര്യം, ഉടമ്പടി ഉഴപ്പിയ ആൾക്കാരായിരിക്കും പറയണത് ഞാൻ ഉടമ്പടി ചെയ്താണ് എനിക്ക് നടന്നില്ലെന്നൊക്കെ പറയും. അവൻ പേപ്പട്ടിയാണ്, അവൻ ഉടമ്പടി അവൻ ദൈവത്തിന് വേണ്ടി വന്ന ആളല്ല. അവൻ കാര്യം കാണാൻ വേണ്ടി മാത്രം ദൈവത്തെ പരീക്ഷിക്കാൻ വന്ന പിശാചായിരിക്കും നിന്നോട് സംസാരിക്കുന്നത്. അത് നീ തിരിച്ചറിയണം. അങ്ങനെയുള്ള കാര്യം ഉടമ്പടിക്ക് ഒരു കുഴപ്പമില്ല. എത്ര ചീഞ്ഞ കേസാണെങ്കിലും കർത്താവ് പറയും വിശ്വസിക്കുക മാത്രം ചെയ്യാൻ പറയും. അപ്പം നീ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. വിശ്വാസപ്രമാണം ചൊല്ലിയുടെ Lord Jesus Christ, pour out His Spirit, touch your fire finger, soak with the precious blood. Lord, increase His Spirit, and with the authority of the Catholic Church, the power of Jesus Christ, with the merit of the Holy Priesthood, I bless the Holy Relics, those chosen by have grace and peace and power. Amen. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ യേശുവേ. യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൽത്താരയിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിനും ദൈവപിതാവിൻ്റെ മഹത്വത്തിനും വേണ്ടി ഞാൻ എൻ്റെ സാക്ഷ്യത്തെ നിങ്ങൾക്ക് മുന്നിൽ പറയുകയാണ്. എൻ്റെ പേര് മരിയ. ഞാൻ നേഴ്സാണ്. 2023 ഞാൻ നഴ്സിംഗ് പാസ് ഔട്ടാവുന്നത്. അപ്പം എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ പുറത്തേക്ക് പോകാനായിട്ട് ഞാൻ ജർമ്മൻ പഠിച്ചു തുടങ്ങി. ജർമ്മൻ പഠിച്ചിട്ട് B2 ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് മുന്നേ തന്നെ B2ൻ്റെ എക്സാം ചെയ്യാനായിട്ട് എനിക്കൊരു കോൺഫിഡൻസ് എവിടെ നിന്നോ വന്നു. ഒന്നാമത് എക്സാമിന് ഡേറ്റൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പം ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ എക്സാമിന് ഡേറ്റ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ മാത്രം കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ 2 മൊഡ്യൂളിന് പേയ്മെൻറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ 2 മൊഡ്യൂളിൽ ഒരു മൊഡ്യൂള് നല്ല മാർക്കോടെ പിന്നെ പാസ്സായി, ഒരു മൊഡ്യൂള് ഒരു 10 മാർക്കിന് ഫെയിലായി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് ഞാൻ ബാക്കി 4 മൊഡ്യൂളിൽ ബാക്കി 2 മൊഡ്യൂളിൽ ഞാൻ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ കാശ് രൂപം
കൊണ്ടുകിടന്നാണ് പഠിക്കാറ്. അങ്ങനെ പഠിച്ച് എക്സാം ചെയ്തു. ഒരെണ്ണം സ്പീക്കിങ്ങും ഒരെണ്ണം റീഡിങ്ങും ആയിരുന്നു രണ്ടാമത്തെ ചെയ്തത്. അപ്പം റീഡിങ് എനിക്ക് എളുപ്പമായിരുന്നു, അത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. സ്പീക്കിങ് എൻ്റെ കൂടെ ഉണ്ടായ പാർട്ട്ണർ നല്ലപോലെ ജർമ്മൻ പറയുമായിരുന്നു. അപ്പം ആളുടെ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ അത്രയും വരുമെന്ന് എനിക്ക് കോൺഫിഡൻ്റ് അല്ലായിരുന്നു. അപ്പം ആ കാശ് പിടിച്ച് തന്നെ ഞാൻ സ്പീക്കിംഗ് ചെയ്തു. അങ്ങനെ അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പം നെക്സ്റ്റ് മാസത്തേക്ക് അതായത് എക്സാമിന് വേണ്ടിയിട്ട് ഡേറ്റ് എടുക്കാനുള്ള ടൈം വന്നു. അപ്പോൾ എനിക്ക് സ്പീക്കിംഗ് അത്ര കോൺഫിഡൻറ്റ് പാസ്സാവോ ഇല്ലയോ എന്ന് അത്ര കോൺഫിഡൻ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ സ്പീക്കിങ്ങിനും ഡേറ്റ് കൊടുത്തു, പേര് കൊടുത്തു. അതുപോലെ തന്നെ ആദ്യം പോയ വേറൊരു മൊഡ്യൂളിലും കൂടിയും ഡേറ്റ് പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ അതിൻ്റെ കൺഫർമേഷൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മെയിൽ വന്നു ഞാൻ സ്പീക്കിംഗ് പാസ്സായി റീഡിങ്ങും പാസ്സായിരുന്നു. അപ്പം ആ സ്പീക്കിംഗ് മൊഡ്യൂളിൽ എനിക്ക് വീണ്ടും അറ്റംപ്റ്റ് ചെയ്യേണ്ട വന്നില്ല, അതിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ട വന്നില്ല. ഇതുപോലെ വേറെ മൊഡ്യൂൾ ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെ പ്രിപ്പറേഷൻ്റെ സമയത്തൊക്കെ ഈ സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പർട്ടിക്കുലർ പോർഷൻ ശരിക്കും നോട്ട് ചെയ്ത് വെച്ചു. അത് തന്നെയാണ് എനിക്ക് എക്സാമിന് വന്നതും. അങ്ങനെ 4 മൊഡ്യൂളും വേഗം എക്സാം ഡേറ്റ് കിട്ടി പാസ്സാവാൻ സാധിച്ചു. ഡേറ്റൊക്കെ കിട്ടാനും ഒത്തിരി ഭയങ്കര പാടാണ്. അതുപോലെ തന്നെ ഓരോ മൊഡ്യൂളിലും ഏജൻറ്റിന് ഒത്തിരി ഫീസൊക്കെ കൊടുത്താണ് എല്ലാവരും ചെയ്യാറ്. പക്ഷെ ഞാൻ സ്വയം തന്നെ ഡേറ്റ് എടുത്താണ് കാശ് രൂപം പിടിച്ച് ഞാൻ മെയിൽ സെൻഡ് ചെയ്യും. 2 മിനിറ്റ് നേരത്തേക്കാണ് ആ മെയിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ പ്രയോറിറ്റി വൈസിലാണ് അവർ നമ്മൾ സെലക്ട് ചെയ്യുക. ഞാൻ അയച്ച എല്ലാ മെയിലിനും എനിക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എക്സാം പാസ്സായി ഉടനെ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചു. മെയിൻ കടമ കഴിഞ്ഞ് കിട്ടിയല്ലോ, അപ്പം ഉടനെ പോകാൻ പറ്റുമെന്ന് കരുതി. അപ്പം ആ ഒരു 2-3 മാസം ഞാൻ പ്രതീക്ഷിക്കണുള്ളൂ. അപ്പം ഞാൻ ആ സമയത്ത് ജർമ്മൻ പഠിപ്പിക്കാൻ കയറാം. നാട്ടിലിപ്പോൾ നേഴ്സായിട്ട് ജോലിക്ക് കയറാനുള്ള ടൈം ഗ്യാപ്പ് ഉണ്ടാവില്ല. ജർമ്മൻ പഠിപ്പിക്കാൻ കയറാമെന്ന് കരുതി ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ചോദിച്ചു. അപ്പോൾ അവരെന്നെ എടുത്തു. ഞാൻ അങ്ങനെ എൻ്റെ പ്രോസസ്സിങ്ങും അവിടെ തന്നെയാണ് ചെയ്തത്. ഞാൻ ആ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ അവരെനിക്ക് കുറേ ഇൻ്റർവ്യൂ തന്നു. എല്ലാ ഇൻ്റർവ്യൂവും ഞാൻ പാസ്സായി. പക്ഷേ എനിക്ക് എന്ത് ചെയ്താൽ ഓഫർ ലെറ്റർ ഇല്ല. ഒരു 5-8 ഇൻ്റർവ്യൂ ഞാൻ ആ ഏജൻസിയിൽ തന്നെ ചെയ്തു. ഒപ്പം അവിടെ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. അങ്ങനെ ഒരു 8 മാസത്തോളം കടന്നുപോയി. അത് കഴിഞ്ഞ് ഞാൻ പയ്യെ അവിടുത്തെ ആൾക്കാർ, അവിടെ പ്രോസസ്സിങ്ങിന് കൊടുത്ത ആൾക്കാരിങ്ങനെ പിന്മാറാൻ തുടങ്ങി. അപ്പം ഞാൻ കേട്ടപ്പോൾ ഞാനും അവിടെ പഠിപ്പിക്കൽ നിർത്തി. എന്നിട്ട് ഞാൻ വേറൊരു വഴിക്ക് അറിഞ്ഞു. നോർക്ക വഴിയായിട്ട് 250 നഴ്സുമാരെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരുവനന്തപുരത്തായിരുന്നു നോർക്ക സെൻറ്റർ. അപ്പോൾ അവിടേക്ക് എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെന്നു. അപ്പം അവരവിടെ പറയാണ്, എങ്ങുമില്ലാത്ത നിയമമാണ് അവരവിടെ പറഞ്ഞത്. 6 മാസത്തിൽ ഉള്ളിൽ നിൽക്കണം, ലാസ്റ്റ് പാസ്സായ മൊഡ്യൂളിൽ 6 മാസത്തിനുള്ളിൽ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെയാണ് ഇവിടെ 8 മാസവും കഴിഞ്ഞു നിൽക്കുകയാണ്. അപ്പം അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അവിടെ സ്കോപ്പ് ഉണ്ടായില്ല. ഞാൻ എന്നിട്ട് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഏപ്രിൽ 14, 2024 കറക്റ്റ് 2025 ഏപ്രിൽ 14 ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ ബ്ലെസ് ചെയ്തു. അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഒരു കാശ് രൂപം തന്നു, എന്നിട്ട് പോകുമ്പോൾ ഇത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഒരു റിലേറ്റീവ് വഴിയായിട്ട് ഞാനൊരു ഏജൻറ്റിനെ ബന്ധപ്പെട്ടു. ആ ഏജൻറ്റ് എൻ്റെ പ്രോസസ്സിങ് ഏറ്റെടുത്തു. അപ്പം ഓൾറെഡി ഒരു ഏജൻസിയിൽ ഫെയിൽ ആയതും കൊണ്ട് വീണ്ടും ഒരാളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ എനിക്ക് അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു. ഞാൻ വേറൊരു ഏജൻസിയും കൊടുത്തു. 2 ഏജൻസി ഒരേ പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരെണ്ണം ഹോസ്പിറ്റൽ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു, ഒരെണ്ണം ഓൾഡ് ഏജ് ഹോമിലായിരുന്നു. പക്ഷേ ഓൾഡ് ഏജ് ഹോമിൻ്റെ കാര്യങ്ങളാണ് വേഗം നടന്നത്. ഇൻ്റർവ്യൂ കിട്ടി, അത് പാസ്സായി എന്ന് പറഞ്ഞു. ഓഫർ ലെറ്ററും റെഡിയാണ്. പക്ഷേ എന്നെ ആദ്യം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് ആകെ അവർ ചെയ്തു തന്നത് എൻ്റെ ഒരു സ്റ്റേറ്റിൽ വർക്ക് ചെയ്യാനുള്ള ലൈസൻസ്, അതിനെ ബെഷൈഡ് എന്ന് പറയണേ, ആ ബെഷൈഡ് എനിക്ക് അവർ റെഡിയാക്കി തന്നായിരുന്നു. ആ ഒരു ലൈസൻസ് വെച്ചിട്ടാണ് ഞാൻ പിന്നെ 2 ഏജൻറ്റുമാരുടെ അടുത്തും ചെന്നത്. അപ്പം ഈ ഓൾഡ് ഏജ് ഹോമിലെ ഏജൻറ്റ് പറഞ്ഞു, ഈ ബെഷൈഡ് ഈ സ്റ്റേറ്റിലുള്ളതല്ല, ആ ബെഷൈഡ് അങ്ങോട്ടേക്ക് മാറ്റണം എന്ന് പറഞ്ഞു, അയാളുടെ സ്റ്റേറ്റിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പം ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഓഫർ ലെറ്റർ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ ബെഷൈഡ് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഒരു പ്രിൻ്റ് തന്നു, എന്നോട് പറഞ്ഞു സൈൻ ചെയ്തിട്ട് അയക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരിക്കാതെ
മറ്റേ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ എനിക്ക് അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ വന്നു. ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ വരുന്നത് ശരിക്കും 7-ാം മാസം ജൂലൈ 7-ാം തീയതി തന്നെ വന്നത് എനിക്ക്. അപ്പം എനിക്ക് കൺഫ്യൂഷനായി, ഞാനിനിപ്പോൾ ഏത് സെലക്ട് ചെയ്യണം. ഓൾഡ് ഏജ് ഹോമിൽ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഇൻ്റർവ്യൂ ഒന്നും ഇനി അറ്റൻഡ് ചെയ്യരുത്, ഓൾറെഡി പാസ്സായിട്ടിരിക്കുവാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഈ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ തന്ന ആ ഏജൻറ്റിനോട് പറഞ്ഞു എനിക്കിനി ഇൻ്റർവ്യൂ വേണ്ട. പിറ്റേ ദിവസമാണ് ഇൻ്റർവ്യൂ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ നാളത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നില്ല, എനിക്കിങ്ങനെ വേറൊരു ഏജൻസി വഴിയായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അയാൾ കുറേ വഴക്ക് പറഞ്ഞു, ആരോട് ചോദിച്ചിട്ടാന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ വഴക്ക് പറഞ്ഞു. അപ്പം എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഒന്ന് ഇൻ്റർവ്യൂ കിട്ടിയിരിക്കണു, ഒരെണ്ണം പിറ്റേ ദിവസമാണ് ഇൻ്റർവ്യൂ വരുന്നത്. അപ്പം മറ്റേ ഓൾഡ് ഏജ് ഹോമിലെ ആൾ പറഞ്ഞു എന്നോട് എയർപോർട്ടിൽ ചെന്നിട്ട് ഒരാളുടെ കൊടുത്തു വിടണം ജർമ്മനിക്ക്, ആളിന്ന് കയറി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനിത് സൈൻ ചെയ്ത് ഞാൻ എയർപോർട്ടിൽ ചെന്ന് നിൽക്കുവാണ്. 2 ഏജൻറ്റുമാരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരവരുടെ അണ്ടറിലേക്ക് വരണമെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ അവസാനം പ്രാർത്ഥിച്ച് ഒരു ഡിസിഷൻ എടുത്തു, നാളത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിക്ക്, അതായത് ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിക്ക് ഡിസിഷൻ എടുത്തു. അങ്ങനെ ഞാൻ കിട്ടിയ ഇൻ്റർവ്യൂ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് എയർപോർട്ട് വരെ പോയതാണ് ഇത് സൈൻ ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ. അവിടെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ തിരിച്ചു വന്നു. പിറ്റേ ദിവസത്തെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു, അതെനിക്ക് കിട്ടി. ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ നല്ല ഹോസ്പിറ്റലാണ്, നല്ല സാലറിയോടെയുള്ള നല്ല ഹോസ്പിറ്റലാണ്. പള്ളിയും അടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ച് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു വിസയ്ക്ക് എല്ലാ പേപ്പേഴ്സും കറക്റ്റായി, വിസയ്ക്ക് വെക്കാനുള്ള ഡേറ്റ് കിട്ടുന്നില്ല എന്നൊരു ആ ഏജൻറ്റ് എന്നോട് പറഞ്ഞു, വിസയ്ക്ക് നിങ്ങളും സ്വയമായിട്ട് നോക്കിക്കോ, ആൾക്കും കിട്ടുന്നില്ല, ഇപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ആളെ അറിയിക്കുന്നുള്ള രീതി പറഞ്ഞു. അപ്പം എംബസിയിലൊക്കെ ഇഷ്യൂ ആയിട്ട് വിസ ഭയങ്കരമായിട്ട് കിട്ടാത്ത ഒരു ടൈമിലായിരുന്നു. അതായത് സെപ്റ്റംബർ 1 ഉള്ളോടെയാണ് എന്നോട് പറയുന്നത് വിസയ്ക്ക് ഡേറ്റ് നോക്കിക്കോളാൻ. അപ്പം ഞാൻ കുറേ ഏജൻറ്റുമാരെ അന്വേഷിച്ചു, എല്ലാവരും ഒത്തിരി ഹൈ റേറ്റാന്നൊക്കെ പറയണം ഒരു ഡേറ്റ് എടുത്ത് തരാനൊക്കെ. അത് കഴിഞ്ഞ് എനിക്ക് അങ്ങനെ പരീക്ഷണങ്ങളായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കില്ല എന്ന്, നിൻ്റെ ഗുരു നിൻ്റെ നയനങ്ങൾ ദർശിക്കും. അങ്ങനെ ഒരു വചനമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇത് ടോട്ടലി മീൻസ് ഈ പ്രോസസ്സിങ്ങിൻ്റെ ഉള്ളിലൊക്കെ എനിക്ക് റിപ്പീറ്റഡായിട്ട് ഈ വചനം കിട്ടുമായിരുന്നു. അപ്പം ഞാനതിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ഏജൻറ്റ് വഴി എനിക്ക് ഡേറ്റ് കിട്ടി, ഡേറ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഡേറ്റ് കിട്ടി. അത് ഒക്ടോബർ 10-നാണ് ഡേറ്റ് കിട്ടിയത്. അത് 10-ന് എനിക്ക് വിസയ്ക്ക് വെക്കാമെന്നുള്ള രീതിക്ക് കിട്ടി. അങ്ങനെ ഇരിക്കെ ഞാനിവിടെ എല്ലാ മാസം ഇവിടെ വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, പത്രം വാങ്ങിക്കാറുണ്ട്, കറക്റ്റ് ഡേറ്റിനൊക്കെ ഉടമ്പടി പുതുക്കാറുണ്ട്, റെഗുലറായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കങ്ങനെ വരേണ്ട ഒരു ഡേറ്റ് വന്നത് ഒക്ടോബർ 4-ാം തീയതിയാണ്, വിസയ്ക്ക് വെക്കുന്നത് 10-ാം തീയതി. അപ്പോൾ വിസയ്ക്ക് ഒക്ടോബർ 4-ാം തീയതി ഞാനിവിടെ വന്നപ്പം ഞാൻ എപ്പോഴും എനിക്ക് ബൈബിൾ ഓർക്കുമ്പോൾ വേറെ ഒരു ബാറൂക്ക് പ്രവാചകൻ്റെ ഒരു അധ്യായം കിട്ടാറുണ്ട്. അതിലെൻ്റെ നിയോഗവും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് സിസ്റ്റർ ഇവിടെ വായിച്ചത്, ലേഖനം വായിച്ചത്. അപ്പോൾ എനിക്കത് ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ പോയി 10-ാം തീയതി പ്രാർത്ഥിച്ച് ഞാൻ വിസയ്ക്ക് വെച്ചു. പ്രത്യക്ഷീന പ്രാർത്ഥന, വിശ്വാസ പ്രമാണം, ജപമാലയൊക്കെ ചൊല്ലി ഞാൻ അവിടം വരെ പോയി, അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, വിസയ്ക്ക് വെച്ചു. വിസയ്ക്ക് വെച്ചപ്പോഴേക്കും ഓൾറെഡി ഞാനൊരു കാര്യം വിട്ടുപോയി, എൻ്റെ ഓഗസ്റ്റിലാണ് ഞാൻ 4 മൊഡ്യൂളും പാസ്സായത്. അപ്പോൾ ഇതുവരെ ഇല്ലാത്ത നിയമം അവിടെ വന്നു തുടങ്ങി. വാലിഡിറ്റിയുടെ ഇഷ്യൂ, ഇത് ജർമ്മനി അങ്ങനെ വാലിഡിറ്റി ഇല്ല മൊഡ്യൂളിനൊന്നും. അപ്പം ഞാൻ സാധാരണ സാക്ഷ്യങ്ങളിലൊക്കെ കേട്ടേക്കുന്നത് മാതാവ് നമുക്ക് ഫേവറബിളായിട്ടാണ് നിയമങ്ങളൊക്കെ മാറ്റണമെന്നാണ്. പക്ഷേ എനിക്കിത് തിരിച്ചാണ് വന്നത്, എൻ്റെ വാലിഡിറ്റി തീർന്നു എന്നുള്ള രീതിക്കായി. അപ്പം ഞാൻ ഒരു സാക്ഷിയൊക്കെ കേട്ടായിരുന്നു, ഒരു ചേട്ടൻ്റെ ആളുടെ ഇതുപോലെ തന്നെ മെറിറ്റ് അവസാനിക്കുന്നിടത്ത് ആൾ പറയുന്നത്, എൻ്റെ മെറിറ്റ് അവസാനിച്ചപ്പോൾ ഞാൻ സന്തോഷിച്ചു, കാരണം ഇനി അത് ഗ്രേസിൽ നടക്കൂലോ എന്ന് പറഞ്ഞു. അപ്പം അതും എനിക്ക് കോൺഫിഡൻസ് തന്നു. അങ്ങനെ ഞാൻ വിസയ്ക്ക് വെച്ചു. വിസയ്ക്ക് വെച്ചിട്ട് പെട്ടെന്ന് കിട്ടാനുള്ള പ്രീ അപ്രൂവൽ അങ്ങനത്തെ പേപ്പേഴ്സൊക്കെ വെച്ചായിരുന്നു. വീണ്ടും ഡിലേ ആയിക്കൊണ്ടിരുന്നു. 2 ആഴ്ചയും കൊണ്ട് കിട്ടുമെന്നൊക്കെയാണ് ഏജൻറ്റൊക്കെ പറഞ്ഞത്. പക്ഷേ ഒക്ടോബർ 10-ാം തീയതി വെച്ചിട്ട് വരുന്നുണ്ടായില്ല. അങ്ങനെ
എനിക്ക് ശരിക്കും ഉടമ്പടി പുതുക്കേണ്ടത് ഇന്നത്തെ ദിവസമാണ്. ഇന്നുമേ ഇപ്പോൾ പുതുക്കി. അപ്പം ഇന്നിവിടെ വരുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു ഫ്രണ്ട്, അവൾ OET പാസ്സായി, ഇതുപോലെ ഇൻ്റർവ്യൂ ഒന്നും കിട്ടാതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അവൾ ജർമ്മൻ പഠിച്ചു തുടങ്ങിയപ്പോൾ ജർമ്മൻ എക്സാമിന് ഇന്നൊക്കെ എക്സാമാണ് ഈ ടൈമിൽ. അപ്പോൾ അവൾക്ക് ഇവിടെ വരണം ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്ത് അവളിവിടെ വന്നിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ അവളെ കൂട്ടി വന്നു. അപ്പം അവൾക്കും ഇതുപോലെ മാതാവ് അടയാളം കൊടുക്കണം. അവൾക്ക് അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു ഉടമ്പടിനോട്. അപ്പം ആ ടൈമിൽ എനിക്കും സുഗന്ധാഭിഷേകം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൾക്കും കൊടുത്തു. അങ്ങനെ ഈ ഇന്ന് ഇവിടെ സാക്ഷ്യം പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഇതുവരെ ഈ തിങ്കളാഴ്ചയായിട്ടും എൻ്റെ ഡിസ്പാച്ചായി എന്നുള്ള മെയിലൊന്നും വന്നില്ല. അപ്പം ഞാൻ പഴയ ധ്യാനമൊക്കെ ഇടയ്ക്ക് കേൾക്കാറുണ്ട്, ടോക്കിലച്ഛൻ്റെ കാണാറുണ്ട്. അപ്പോൾ അതിനകത്തൊരു ടോക്കിലച്ഛൻ ഇങ്ങനെ ലാസ്റ്റ് അറിയിപ്പിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കാന്നുള്ള രീതിയിൽ അച്ഛൻ പറഞ്ഞു. അത് പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ വേഗം ആ ഒരു ധ്യാനം 8:30 തൊട്ടായിരുന്നു ആ ധ്യാനം, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ചൊവ്വാഴ്ച കേട്ടോ ഞാൻ ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി ഇട്ടു. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ചത്തെ ഇവിടുത്തെ ലൈവ് ധ്യാനവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലൈവ് ധ്യാനവും കണ്ടുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ഒരു 12:30 കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് എംബസിയിൽ നിന്ന് ഡിസ്പാച്ചായിന്ന് വന്നു. അപ്പം ആരാധന ടൈമിലായതും കൂടെ ഞാൻ വിശ്വസിച്ചു അത് മാതാവ് തന്നെയാണ്. മാതാവ് വിസ അടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് ഇന്നലെ എനിക്ക് കയ്യിൽ വിസ കിട്ടി. അപ്പം മാതാവ് വഴിയായിട്ട് ഈശോ ചെയ്തു തന്ന ഈ വലിയ അനുഗ്രഹത്തിന് കൊടാനുകോടി നന്ദി ഞാൻ പറയുന്നു. ഉടമ്പടിയിലേക്ക് വരാനും ഒക്കെ ഇങ്ങനെ ഡൗട്ട് അടിച്ചൊക്കെ നിൽക്കണവരോട് ഞാൻ പറയും, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒക്കെ ഉള്ള അനുഗ്രഹങ്ങളെ ലേറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. നന്ദി. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയിരുന്നു. ഞാനും അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് അവിടെ അമ്മമാർക്ക് സർവീസൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ രോഗികളൊക്കെ കാണാറുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് പൈസ കൊടുത്ത് സഹായിക്കാറൊക്കെ ഉണ്ട് ആവശ്യമുള്ളവർക്ക്. അങ്ങനെ പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കാറുണ്ട്. വചനനീതി പത്രം കൊടുത്തിട്ടുണ്ട്, വിശ്വാസപ്രമാണം ചൊല്ലി പത്രം കൊടുത്തിട്ടുണ്ട്, ഉടമ്പടി തൈലം പത്രത്തിലൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്, കുരിശ് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആത്മീയ ജീവിതത്തിൽ എന്ന് പറയാനായിട്ട് 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. എല്ലാ ദിവസവും ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മുടക്കിയിട്ടില്ല, വീട്ടുകാരും മുടക്കിയിട്ടില്ല. എല്ലാ ദിവസവും വന്ന് കുർബാന കാണും. കുർബാനയിലൊക്കെ പങ്കെടുക്കുമ്പം എനിക്ക് ഭയങ്കര അഭിഷേകത്തോടെ കുർബാനയിൽ സംബന്ധിക്കാൻ പറ്റാറുണ്ട്. ഏറ്റവും സ്നേഹത്തോടെ ബലിയർപ്പണത്തിൽ പങ്കുചേരാൻ പറ്റാറുണ്ട്. ഇത്രയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താനുള്ളത്. താങ്ക് യു. ആദ്യമായി തന്നെ എന്നെ ഈ അൾത്താരയിൽ എത്തിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് പുഷ്പ. ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. ഞാൻ 2023 ജനുവരിയിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാൻ കാരണം ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അത് 2 പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അത് വിറ്റ ബുദ്ധിമുട്ടുകൾ തീർക്കാൻ വേണ്ടി ഞങ്ങൾ 7 വർഷമായിട്ട് പരിശ്രമിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു. പക്ഷേ ഒന്നും നടക്കുന്നില്ലായിരുന്നു. 2 പ്രാവശ്യം ഞങ്ങൾക്ക് അഡ്വാൻസ് കിട്ടി. അത് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോഴൊക്കെ മനം തകർന്ന് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു. അമ്മേ, ഞങ്ങളൊന്നുമല്ല അമ്മേ, ഞങ്ങൾ സീറോയാണ്. സീറോയിലും താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മൈനസ് ഉണ്ടെങ്കിൽ അതാണ് ഞങ്ങൾ. അങ്ങനെ വിട്ടുകൊടുത്ത് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു. ഹൃദയം തകർന്ന് ആ സമയത്തൊക്കെ വചനം ആശ്വാസം നൽകിയിരുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അങ്ങനെ ഒരു വചനം തന്ന് ആ വചനത്തിലൂടെ ഒത്തിരി ആശ്വാസം കിട്ടിയിരുന്നു. അങ്ങനെ ഒരാൾ വന്ന് ഞങ്ങളുടെ വീടിന് അഡ്വാൻസൊക്കെ തന്നു. അഡ്വാൻസ് തന്നെങ്കിലും രജിസ്ട്രേഷൻ നീണ്ടു പോകുകയായിരുന്നു. അങ്ങനെ ഞാൻ ജപമാല റാലിയിൽ വന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാവശ്യത്തെ ജപമാല റാലിയിൽ വന്ന് പ്രാർത്ഥിച്ചു. നവംബർ 3-ാം തീയതി രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ ഞങ്ങൾക്ക് ഒരുപാട് ആശ്വാസം കിട്ടി.
അതിനുശേഷം രണ്ടാമത്തെ പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടി അത് നടക്കുന്നില്ലായിരുന്നു. ഞാൻ ഈ രജിസ്ട്രേഷന് ശേഷം ഞാൻ അവിടെ ആ പ്രോപ്പർട്ടിയിലും കൊണ്ടുപോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം അതും വിറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടി. പിന്നീട് രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മോളുടെ സാക്ഷ്യമാണ്. അവൾ നേഴ്സിംഗ് കഴിഞ്ഞ് OET പഠിച്ച് പാസ്സായി ഒരു തടസ്സങ്ങളും കൂടാതെ UK പോകാനും നല്ല ജോലി ലഭിക്കുവാനും സാധിച്ചു. അത് അവൾ പറയും. കൃപാസന പ്രസാദപര മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം വഴി ഒരു തടസ്സങ്ങളും കൂടാതെ ഞാൻ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ഇൻ്റർവ്യൂസ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും എല്ലാ പാത്തും ക്ലിയർ ആക്കി തന്നു. OET പഠിക്കാനും അതുപോലെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാനും എല്ലാത്തിനുമുള്ള അനുഗ്രഹം അമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിച്ചു. എക്സാം പാടായിരുന്നെങ്കിൽ പോലും ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശി പ്രാർത്ഥിച്ചതിന് ശേഷമായിരുന്നു എക്സാമിന് പോയിരുന്നത്. അത് കാരണം എക്സാം എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാനും NMC പിൻ കൈ കിട്ടുന്നത് വരെ എല്ലാ കാര്യങ്ങളും ഒരു തടസ്സം കൂടാതെ എല്ലാം തന്ന് അനുഗ്രഹിച്ച മാതാവിന് പ്രത്യേക നന്ദി പറയുന്നു. ഞാൻ പ്രവർത്തികളായിട്ട് ചെയ്തിരുന്നത്, ഞാൻ പത്രം എല്ലാ മാസവും 1 മാസം പോലും മുടക്കാതെ വിതരണം ചെയ്തിരുന്നു. 1 മാസം ഞങ്ങളുടെ അയൽവാസികൾക്ക് കൊടുത്താൽ അടുത്ത മാസം ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും എല്ലാം കൊണ്ടുപോയി കൊടുത്തിരുന്നു. ഒരു ദിവസം ഞാൻ മെഡിക്കൽ കോളേജിൽ പത്രവിതരണത്തിനായി രോഗികളുടെ അടുത്ത് ചെന്നപ്പോൾ ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചു, ചേച്ചി പൊതിച്ചോറ് കൊണ്ടുവന്നില്ലേ എന്ന് ചോദിച്ചു. അതിനുശേഷം ഞാൻ മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറുണ്ടാക്കി വിതരണം ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങളുടെ അടുത്തൊരു അനാഥാലയം ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ ഞാൻ പോയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു, തുണി അലക്കുന്നതായിട്ട്. അതിനുശേഷം ഞാൻ അവിടെ പോയി തുണി അലക്കാനും അവിടുത്തെ എല്ലാ ജോലികളും ചെയ്തു കൊടുക്കാനും തുടങ്ങി. ടോയ്ലറ്റ് വരെ കഴുകുമായിരുന്നു. പിന്നീട് എങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുത്തിരുന്നില്ല അനാഥാലയത്തിൽ. പിന്നീട് ഒരു ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. ജോസഫ് അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നു, പക്ഷെ ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല. എൻ്റെ വീട്ടുകാരെന്നെ വഴക്ക് പറഞ്ഞു, നീ എന്നെ ഒന്നും കൊടുക്കാത്തേ. അതിനുശേഷം ഞാൻ അനാഥാലയത്തിലും കൊണ്ടുപോയി എല്ലാം ചോറും കറിയും എല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയെല്ലാം ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്യുമായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. എല്ലാവരും ഒരു വിശ്വാസത്തിലേക്ക് വന്നു. അതായത് അതിനു മുമ്പ് ഞങ്ങൾ ഞായറാഴ്ചകളിൽ മാത്രമേ പള്ളിയിൽ പോയിരുന്നുള്ളൂ. അതിനുശേഷം എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ഭർത്താവ് എന്നെ എല്ലാ ദിവസവും പള്ളിയിൽ കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ വന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞങ്ങളുടെ സ്ഥലം വിറ്റു പോകാതിരുന്നത്, ഞങ്ങൾ ഒരു മലയുടെ ഒത്തിരി മുകളിലായിരുന്നു, വഴി സൗകര്യങ്ങളും ഒക്കെ കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥലം വിറ്റു പോകാൻ ഒത്തിരി തടസ്സങ്ങളായിരുന്നു. അത് എല്ലാം മാതാവ് മാറ്റി തന്നു.